ലോക എയ്ഡ്സ് ദിനമായ ബുധനാഴ്ച കാഞ്ഞങ്ങാട് റെഡ് റിബൺ ധാരണവും എയ്ഡ്സ് ദിന സന്ദേശവും നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ഹസീന ഹോസ്തുർഗ് എസ്ഐക്ക് റെഡ് റിബൺ ധരിപ്പിച്ചു. എയ്ഡ്സ് ദിന സന്ദേശ പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഹസൈനാർ കല്ലൂരാവി, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ ഭാഗമായി പാൻടെക് സുരക്ഷാ പ്രൊജക്റ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യം, പോലീസ് എന്നീ വകുപ്പുകളും ചേർന്നാണ് ജില്ലയിൽ ഉടനീളം എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്. ചെർക്കള സൈനബ് മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻ്ററിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന പ്രബന്ധരചനാ മത്സരത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ തുടർച്ചയായി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഒന്നാം ഘട്ടത്തിൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം മുനിസിപ്പാലിറ്റികളിലും കിനാനൂർ, കരിന്തളം, പുത്തികെ, കുറ്റിക്കോൽ, കുമ്പള, ചെർക്കള എന്നീ പഞ്ചായത്തുകളിലും എയ്ഡ്സ് ദിന സന്ദേശവും ബോധവൽക്കരണ പരിപാടികളും റെഡ് റിബൺ ധാരണവുമായി നടത്താൻ നിശ്ചയിച്ചു. കൂടാതെ പ്രബന്ധരചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു. രണ്ടാം ഘട്ടത്തിൽ HIV പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലുടനീളമുള്ള പദ്ധതി പ്രവർത്തകരുടെയും അവരുടെ കുട്ടികളുടെയും സംഗമവും നടത്തും. ഡിസംബർ 4-ന് ചടങ്ങിൻ്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നഗരസഭ അധ്യക്ഷ ഹസീന താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. മൂന്നാം ഘട്ടത്തിൽ ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരവും ബോധവൽക്കരണ ക്ലാസും നടത്തും. നീലേശ്വരം സ്കോളർ കോളേജിൽ വെച്ച് ഡിസംബർ 7-ന് ഇവ നടക്കും.